കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം. ജഗദീശ്വരിയായ ആദിപരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. ചോറ്റാനിക്കര അമ്മ ഭഗവതിയെ മഹാവിഷ്ണുവിനൊപ്പമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിന് ഇവിടെ പ്രത്യേക പ്രാധാന്യവും വരുന്നു. കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള ക്ഷേത്രവും ഇവിടെയുണ്ട്. പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇത് തന്മൂലം കീഴ്ക്കാവ് എന്നറിയപ്പെടുന്നു. ഭഗവതിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇക്കാരണത്താൽ അമ്മി നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ നിന്നാണ് ഉടലെടുത്തത്. പ്രഭാതത്തിൽ ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് ശ്രീ ഭദ്രകാളിയായും ഉച്ചയ്ക്ക് നീലവസ്ത്രത്തിലാണ് ദുർഗാ പരമേശ്വരിയായി ദേവി വൈകുന്നേരവും ഇവിടെ പൂജിക്കപ്പെടുന്നു. കൂടാതെ മഹാലക്ഷ്മിയെയും ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ പാർവതി ദേവിയെയും സങ്കല്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 5 ഭാവത്തിൽ ആരാധിക്കപ്പെടുന്നതിനാൽ ദേവിയെ രാജരാജേശ്വരി അഥവാ ആദിപരാശക്തി എന്ന ഭാവത്തിലാണ് സങ്കല്പിക്കുന്നത്. മാനസിക രോഗങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും തീരാത്ത ദുഃഖങ്ങളുമെല്ലാം ചോറ്റാനിക്കരയമ്മ പരിഹരിച്ച് അനുഗ്രഹിക്കും. തന്മൂലം ദുരിതം അനുഭവിക്കുന്നവർ ഭജനം പാർക്കാൻ വരുന്നതാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ. കീഴ്ക്കാവ് പ്രധാന ക്ഷേത്രത്തിൻ്റെ താഴെയായാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മാവ്, ശിവൻ, ഗണപതി, ധർമ്മശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ജ്യേഷ്ഠ ഭഗവതി, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ഉപദേവതകൾ. ഇവരിൽ ശാസ്താവിന് പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നു. ഭഗവതിയുടെ അംഗരക്ഷകന്റെ ഭാവമാണ് ശാസ്താവിന് ഇവിടെയുള്ളത്. അതിനാൽ ശബരിമല തീർത്ഥാടകർ ഇവിടെ ധാരാളമായി സന്ദർശിച്ചു കാണുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാട് നാണയക്കിഴി. നമ്മുടെ ഏതൊരു പ്രശ്നത്തെയും അതിവേഗം പരിഹരിക്കാനായി 2 അതിപ്രധാനമായ വഴിപാടുകളാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലുള്ളത്. നിങ്ങൾ അതികഠിനമായ പ്രയാസങ്ങളിലാണെങ്കിൽ ഈ വഴിപാടുകളിലൊന്ന് ചെയ്തിരിക്കണം. അതിവേഗം തന്നെ നിങ്ങളുടെ കഷ്ടതകൾ മാറുന്നത് കാണാം. 1. നാണയ സമർപ്പണം. 21 ഒറ്റ നാണയം ഒന്നിനു മുകളിൽ ഒന്നായി അടക്കി വെച്ച് അമ്മയുടെ തൃപ്പടിയിൽ സമർപ്പിക്കേണ്ടത് മേൽക്കാവിലും കീഴ്ക്കാവിലും ഒരുപോലെ സമർപ്പിക്കുക. ചൊവ്വ, വെള്ളി, ഞായർ എന്നീ ദിവസങ്ങളിലാണ് വഴിപാട് നടത്തേണ്ടത്. മേൽക്കാവിൽ അമ്മയെയും കീഴ്ക്കാവിൽ അമ്മയെയും കൊടിമര ചുവട്ടിൽ നെയ്ദീപം തെളിച്ച് ആരതി ഉടിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യത്തിനും വളരെ നല്ലതാണ്. 2ാമത്തെ വഴിപാട് ഉണ്ട ശർക്കര സമർപ്പണം. മധുരപ്രിയയായ ചോറ്റാനിക്കരയമ്മയ്ക്ക് ഏറെ പ്രിയമായ ഉണ്ട ശർക്കര വാങ്ങി തൃപ്പടിയിൽ വെച്ച് എന്തു പ്രാർത്ഥിച്ചാലും ദേവി ആഗ്രഹം സാധിച്ചു തരും. നിങ്ങൾ എത്ര ദുരിതത്തിലും കഷ്ടപ്പാടിലുമായിരുന്നാലും ഈ 2 വഴിപാടുകളിൽ ഒരു വഴിപാടെങ്കിലും ദേവിക്ക് കഴിച്ചു നോക്കൂ. തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ വലിയൊരു മാറ്റം നമുക്ക് കാണാം. വളരെയധികം ഭക്തർക്ക് ഫലം കിട്ടിയിട്ടുള്ള അതിപ്രധാനമായ 2 വഴിപാടുകളാണിത്.